Hi dear students, welcome to Innovations Technical Institute. Industries Extension Officer PSC എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ആണ്. നമ്മൾ IEOയുടെ ഫുൾ സിലബസ് എടുത്താൽ അതിൽ നമുക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ സബ്ജക്റ്റാണ് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മൂന്നാമത്തേത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 4 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 5 ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 6 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ 6 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന IEO എക്സാമിന്, അതായത് ലാസ്റ്റ് എക്സാം നടന്നത് 2019 അപ്പോൾ അന്ന് വന്ന സിലബസിൽ ഉള്ള സബ്ജക്റ്റുകളാണ് ഈ 6 സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ വർഷത്തെ സിലബസ് വന്നിട്ടില്ല. നമുക്ക് എപ്പോഴും PSCയുടെ സിലബസ് വരുന്നത് എക്സാമിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പേ ആയിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിനും സെയിം സിലബസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. ഇനി പുതിയ സിലബസ് വരുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളോ അതിൽ അഡീഷണൽ ടോപ്പിക്കോ ഉണ്ടെങ്കിൽ സിലബസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. അപ്പോൾ 2019 സിലബസ് വന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നില്ലായിരുന്നു. അത് 2019-2018 അത് സിലബസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ PSCയുടെ സിലബസ് വരുമ്പോൾ അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ സിലബസ് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ള കറക്റ്റ് ഐഡിയ കിട്ടും. ഇപ്പോൾ 2019 എങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2019 നടന്ന IEO എക്സാമിന് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 11 ക്വസ്റ്റ്യൻസ്, അതായത് ഇതിന്ന് രണ്ടെന്നും കൂടെയാണ് 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയാണ് 2019 ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചത്. അപ്പോൾ ഈ വർഷത്തെ സിലബസ് വരുന്ന സമയത്ത് അതിൽ കറക്റ്റ് പറയും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക, ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇതിൽ 2 സബ്ജക്റ്റാണ്. അതിലൊന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സിലബസ്, എന്തെല്ലാം ടോപ്പിക്സാണ് നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്, ഇവിടെ നിന്ന് നിങ്ങൾ അത് എങ്ങനെയാണ് പഠിപ്പിക്കുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് PSCയുടെ സിലബസ് വന്നിട്ടുള്ളത് 2019. അപ്പോൾ ഇതിൽ 2 സെക്ഷനായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, അതേപോലെ ഡയോഡ്, മൾട്ടിമീറ്റർ, പിന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലെ കുറേ ടേം, പിന്നെ കുറേ സ്വിച്ചുകൾ, പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, മൈക്രോ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനെ എടുത്തിട്ട് 7 മൊഡ്യൂൾസ് അല്ലെങ്കിൽ 7 ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓരോ ടോപ്പിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 7 ചാപ്റ്റേഴ്സ് എന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഇലക്ട്രോണിക് കമ്പോണൻസ്, രണ്ടാമത്തെ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, 3 പവർ സപ്ലൈസ്, 4 മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, 5 സ്വിച്ചസ്, 6 PA സിസ്റ്റം ഓർ പബ്ലിക് അഡ്രസ് സിസ്റ്റം, മൈക്രോഫോൺ ആൻഡ് ലൗഡ് സ്പീക്കർ, 7 മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇലക്ട്രോണിക് കമ്പോണൻസ് എടുത്താൽ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ 3 കമ്പോണൻസിനെ കുറിച്ചാണ്. ഇത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന 3 പാസീവ് കമ്പോണൻസ് ആണ്. അതിൻ്റെ ടൈപ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് ഡയോഡ്. ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൽ PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്. അപ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ദെൻ ഫംഗ്ഷൻ ജനറേറ്റർ. അടുത്ത പവർ സപ്ലൈസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് SMPS, UPS ആൻഡ് ഇൻവേർട്ടർ. ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ GPS, GSM, GPRS, ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിൻ്റെയും ഫുൾ ഫോമും പിന്നെ അതിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ് പിന്നെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്തത് അഞ്ചാമത്തത് സ്വിച്ചസ്. സ്വിച്ചസിൽ നമുക്ക് വരുന്നത് SPST, SPDT ആൻഡ് DPTT. പല ടൈപ്പ് സ്വിച്ചുകളുണ്ട്. അതിൽ ഓരോന്നാണ് SPST, സിംഗിൾ പോൾ സിംഗിൾ ത്രോ, SPDT, DPTT എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.
പിന്നെ അതിൽ വരുന്നതാണ് സെൻസേഴ്സ് ആൻഡ് റിലേസ്, അതിൻ്റെ ടൈപ്സ്, യൂസസ്. ഇനി ആറാമത്തത് PA സിസ്റ്റം, മൈക്രോഫോൺ ആൻഡ് ലൗഡ് സ്പീക്കർ. ഇതിൽ നമുക്ക് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൽ വരുന്ന ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺസ്, പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ലൗഡ് സ്പീക്കർ ആൻഡ് മൈക്രോഫോൺസ്. ഇനി ഏഴാമത്തത് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൊസസ്സർ പഠിക്കാനുള്ളത് 8085 ആണ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം, അതിൽ വരുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസും. ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിന് പ്രോഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്, പ്രോഗ്രാം തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കാണാം. അതിൻ്റെ കോഴ്സ് പ്രൈസ് വരുന്നത് 5000 ആണ്. ഇന്നോവേഷൻസിൽ നേരത്തെ കോഴ്സ് എടുത്തവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്താൽ കോഴ്സ് അൺലോക്ക് ആവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെബിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, നമുക്ക് മൊബൈൽ ഫോണിൽ, ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അതേപോലെ ടാബിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് മൊബൈൽ ഫോണിലോ ടാബിലോ ഇൻസ്റ്റാൾ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് അൺലോക്ക് ആവും. അപ്പോൾ അതിലേക്ക് കണ്ടൻറ്റ്, ലൈവ് ക്ലാസ് നോട്ടീസ് ബോർഡ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ കണ്ടൻറ്റിലാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാമുകളും വരിക. ലൈവ് സെഷൻസ് വരുന്നത് ലൈവ് ക്ലാസ്സിലാണ്. പിന്നെ നോട്ടീസ് ബോർഡിൽ നമ്മളെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ മാസം നമ്മൾ ക്ലാസ് തുടങ്ങിയത്, ഇതിൽ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് പതുക്കെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇതിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ എക്സാം ഉണ്ട്, ലൈവ് ക്ലാസ്സുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവും. ഈ ടൈം ടേബിൾ പ്രകാരമാണ് ക്ലാസ്സുകൾ നടത്തുക. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്തവർ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഷെഡ്യൂളും ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ നോട്ടീസ് ബോർഡിൽ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളൊക്കെ വരും. പിന്നെ കണ്ടൻറ്റിനകത്താണ് റെക്കോർഡഡ് ക്ലാസ്സും എക്സാമുകളും വരിക. ലൈവ് ക്ലാസ്സിനകത്ത് ലൈവ് ക്ലാസ്സുകൾ വരും. അപ്പോൾ ഇതിൽ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഫോൾഡർ കാണാം. സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾസ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പവർ സപ്ലൈസ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഫോൾഡർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഓർഡറിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റുകളും നമ്മളിങ്ങനെ തന്നെയാണ് അതിനെ ചെറിയ ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് കമ്പോണൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഒരു ക്ലാസ് കാണാം. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ താഴെ ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്ത് എക്സാം ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിൻ്റെ വലിപ്പം അനുസരിച്ച് 10 ക്വസ്റ്റിനോ 15 ക്വസ്റ്റിനോ 20 ക്വസ്റ്റിനോ, അത്യാവശ്യം ലെങ്ത്തുള്ള ക്ലാസ് ആണെങ്കിൽ ഒരു 40 ക്വസ്റ്റിൻ 30 ക്വസ്റ്റിനൊക്കെ വരും. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെയാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരിക. റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ലൈവ് ആകുമ്പോൾ 1 hour വരിക. അപ്പോൾ ഇങ്ങനെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതിൻ്റെ എക്സാമുകൾ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെയൊക്കെ ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും. ഈ ക്ലാസ്സിലെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്തവർ ഇലക്ട്രോണിക്സ് ആണ് ഈ വീക്കിൽ പഠിക്കാനുള്ളത്. ഇലക്ട്രോണിക്സ് പഠിച്ചു തുടങ്ങുക. ഇനി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.